ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. ത്വദന്വിതാശ്ച യേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം. ഇവിടെ ചില ബുക്കുകളിൽ 2ാമത്തെ വരിയിൽ പാപിനോപി ഗമിഷ്യന്തി നിർഭയാ കൃഷ്ണമന്ദിരം അങ്ങനെയുമുണ്ട്. രണ്ടും തെറ്റല്ല. എൻ്റെ ബുക്കിൽ നിർഭയം എന്നാണ്. ഇനി നമുക്ക് അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വദന്വിതാശ്ച, ത്വത് അന്വിതാ ച, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ത്വദന്വിതാശ്ച. ത്വത് എന്ന് പറഞ്ഞാൽ നിന്നോട്, അന്വിതാശ്ച പറഞ്ഞാൽ നിന്നോട് കൂടിയതായിട്ട്, നിന്നോട് ചേർന്നതായിട്ട് ആരാണോ, അങ്ങനെ നമുക്ക് ആരാണോ നിന്നോട് ചേർന്ന് പോകുന്ന, അത് ആ ഭക്തിദേവിയോട് പറയാണ്, നിന്നോട് കൂടിയതായിട്ട്, നിന്നോട് ചേർന്നതായിട്ട്. യേ എന്നാൽ യാതൊരാൾ, ഏതൊരാളാണോ, യാതൊരുവൻ, ഏതൊരാളാണോ നിന്നോട് ചേർന്നതായിട്ട്. ജീവ എന്നാൽ ജീവൻ, മനുഷ്യൻ. യാതൊരു മനുഷ്യനാണോ, യാതൊരാളാണോ ഭക്തിദേവി നിന്നോട് കൂടിയതായിട്ട്. ഭവിഷ്യന്തി ഭവിക്കുന്നുവോ. കലാവിഹ, കലൗ ഇഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കലാവിഹ. കലൗ എന്നാൽ കലിയുഗത്തിൽ, ഇഹ എന്നാൽ ഈ. അപ്പോൾ യാതൊരാളാണോ ഈ കലിയുഗത്തിൽ നിന്നോട് കൂടിയതായിട്ട്, ഭക്തിദേവിയോട് കൂടിയതായിട്ട്, ഭക്തിയോട് കൂടിയതായിട്ട് ഭവിക്കുന്നത്. പാപിനോപി, പാപിന അപിയാണ് പാപിനോപി. പാപികളായിരുന്നാൽ പോലും, അവൻ എത്ര വലിയ പാപിയായിരുന്നാലും, ഗമിഷ്യന്തി, ഗമിഷ്യന്തി എന്നാൽ അവൻ പോകും അല്ലെങ്കിൽ പ്രാപിക്കും. എന്താ? നിർഭയം കൃഷ്ണമന്ദിരം. നിർഭയ അല്ലെങ്കിൽ നിർഭയം, ഭയമില്ലാതെ, യാതൊരു ഭയവും കൂടാതെ കൃഷ്ണമന്ദിരം. കൃഷ്ണമന്ദിരം ഭഗവാന്റെ മന്ദിരം അഥവാ വൈകുണ്ഠലോകത്തെ പ്രാപിക്കും, മുക്തിയിലേക്ക് എത്തിച്ചേരും. ഇവിടെ പറയുകയാണ്, യാതൊരാളാണോ, അല്ലയോ ഭക്തിദേവി നിന്നോടുകൂടി ചേർന്ന, അല്ലെങ്കിൽ നിന്നോട് കൂടിച്ചേർന്ന് ചരിക്കുന്നത്, നിന്നെ കൂടെ കൂട്ടി പോകുന്നത്, ഭക്തിദേവിയോട് കൂടിയതായി ഭവിക്കുന്നത്, അവരൊക്കെയും, അത് പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ, അതും കൂടി എടുത്തു പറഞ്ഞു, കലാവിഹ, ഈ കലിയുഗത്തിൽ, അല്ലയോ ഭക്തിദേവി യാതൊരാളാണോ നിന്നോട് ചേർന്ന് പോകുന്ന, നിന്നോട് കൂടിയതായി ഭവിക്കുന്നത്, ഭക്തിയുള്ളവരായി ഭവിക്കുന്നത്, അവരൊക്കെ എത്ര വലിയ പാപികളാണെങ്കിലും അവരൊക്കെ യാതൊരു ഭയവും കൂടാതെ നിർഭയ ആ ഭഗവാന്റെ ലോകത്തെ, വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു, അഥവാ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ ആ ഭക്തി, ഇവിടെ ഭക്തി തന്നെ നമുക്കറിയാം പല തരത്തിൽ, അതിന് പല ഭാവങ്ങളുണ്ട് ഭക്തിക്ക്, അല്ലേ? അപ്പോൾ ഏതു ഭാവത്തിൽ ഭഗവാനെ സ്മരിച്ചാലും, അതിനൊരു ഉദാഹരണമാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപു ഒരിക്കലും ഭഗവാനെ നമ്മൾ ഒരു പക്ഷേ സജ്ജനങ്ങൾ കാണുന്നത് പോലെ പ്രേമസ്വരൂപത്തിൽ ഭഗവാനെ, പ്രേമപൂർണമായിട്ടുള്ള ഒരു ഭക്തി ആയിരുന്നില്ല ഹിരണ്യകശിപുവിന്. വിദ്വേഷഭാവമായിരുന്നു ഭഗവാനോട്. എവിടെ തിരിഞ്ഞാലും ഒരു വിദ്വേഷഭാവത്തിൽ ഹരി എവിടെ എന്ന് അന്വേഷിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു ഹിരണ്യകശിപു. അസുരനായിരുന്നു, അസുരവംശജാതനായിരുന്നു. എന്നിട്ടും ആ ഹിരണ്യകശിപുവിനും മോക്ഷത്തെ കൊടുത്ത ആ ശ്രീഹരി ഭഗവാൻ. അപ്പോൾ ഭക്തിയുടെ ഭാവം ഏതാണെന്നുള്ളതല്ല ഇവിടെ വിഷയം, ഏതു ഭാവത്തിലായിരുന്നാലും. ഇനി ജനിക്കുന്ന കുലം അതിന് വിഷയമല്ല എന്നുള്ളതാണ് നമുക്ക് വൃത്രാസുരൻ്റെ കഥയിലൂടെ നമുക്ക് കാണാം.
അസുരനാണ്, പക്ഷെ സദാ ഭഗവാന്റെ സ്മൃതിയോടുകൂടി ജീവിച്ച ആളാണ്, ഭഗവത് സ്മരണയോടുകൂടി ജീവിച്ച ആളാണ് വൃത്രാസുരൻ. അതുകൊണ്ടാണ് അവസാനം ദേവേന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അവസാനം തന്നെ വധിക്കും വജ്രായുധം കൊണ്ടെന്ന് ഉറപ്പായിരുന്നപ്പോഴും ആ ദേവേന്ദ്രനു പോലും ഭഗവത് തത്വത്തെ ഉപദേശിച്ചു കൊടുക്കാനുള്ള ആ ഒരു ശക്തി, അല്ലെങ്കിൽ അത്രമാത്രം ഭഗവത് ഭക്തിയിലൊരു ദൃഢത വൃത്രാസുരനുണ്ടായിരുന്നു. അപ്പോൾ അസുരനായിക്കോട്ടെ, എത്ര വലിയ പാപിയായിക്കോട്ടെ, ഹിരണ്യകശിപു തൻ്റെ പുത്രനായിട്ടുള്ള ആ ഭഗവത് ഭക്തനായിട്ടുള്ള ഭക്തപ്രഹ്ലാദനെ ഒരു പക്ഷേ ലോകത്തിൽ ഒരു കുഞ്ഞും അനുഭവിക്കാത്ത വിധത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ ഭഗവത് ഭക്തനെ പീഡിപ്പിച്ചത് ഹിരണ്യകശിപുവിന് ആ ഭഗവാനെ കാണാനുള്ള, ഹരിയെ കണ്ടുമുട്ടാനുള്ള ഒരു തിടുക്കമായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ ഭക്തനായിരുന്ന ഭക്തപ്രഹ്ലാദനെ പീഡിപ്പിച്ചത്. മഹാപാപിയായിരുന്നു. എന്നിട്ടും ഭഗവാൻ മോക്ഷം കൊടുത്തു, വൃത്രാസുരന് മോക്ഷം കൊടുത്തു. ഗജേന്ദ്രൻ ആനയായിരുന്നു. എന്നിട്ടും അവസാനം ആ പൊയ്കയിലെ ഒരു താമരപ്പൂവ് ഭക്തിയോടുകൂടി നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നൊന്ന് ജപിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ചപ്പോൾ ആ ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു. കഴിഞ്ഞില്ല, ആ ഭഗവത് ഭക്തനായിട്ടുള്ള ഗജേന്ദ്രൻ്റെ പാദങ്ങളെ പിടിച്ച മുതലയ്ക്കു പോലും ഭഗവാൻ, മുതലയ്ക്കാണ് ആദ്യം മോക്ഷം കൊടുത്തത്. ഭഗവത് ഭക്തൻ്റെ പാദങ്ങളെ ആശ്രയിച്ചവർക്കാണ് ആദ്യം മോക്ഷം കിട്ടുക എന്ന് കാണിച്ചു തരികയായിരുന്നു നമുക്കത്. ആദ്യം മോക്ഷം കൊടുത്ത മുതലയ്ക്കാണ്, പിന്നെയാണ് ഭഗവാനെ ഒരു പുഷ്പം കൊണ്ട് അർച്ചിച്ച, പൂജിച്ച ഗജേന്ദ്രന് മോക്ഷം കൊടുത്തത്. ഇനി ഇവിടെ പറഞ്ഞു എത്ര മഹാപാപിയാണെങ്കിലും അതിന് മറ്റൊരു ഉദാഹരണമാണ് അജാമിളൻ്റെ കഥ. വാസനകൾ കൊണ്ട് ചിലപ്പോൾ എത്ര നല്ലവരായിരുന്നാലും, എത്ര നല്ല കുലത്തിൽ ജനിച്ചവരായിരുന്നാലും ചിലപ്പോൾ ഒന്ന് വഴിതെറ്റിയെന്ന് വരാം. ആ പൂർവ്വജന്മത്തെ വാസന, ആ വാസന ഒടുങ്ങിക്കഴിയുമ്പോൾ, ആ ഒരു വഴിതെറ്റലിലൂടെ ആ വാസനകൾക്ക് ക്ഷയം സംഭവിച്ചു കഴിയും, അല്ലെങ്കിൽ വാസനകൾ ഇല്ലാതാവുമ്പോൾ വീണ്ടും തൻ്റെ ഉള്ളിലെ ആ സദ്ഭാവത്തെ, ഈശ്വര ഭാവത്തിലേക്ക് മനസ്സ് തിരിയുകയും വീണ്ടും ഭഗവാനെ സ്മരിക്കാനും തദ്വാര ഭഗവത് നാമം ഉരുവിടാനും ഒക്കെയുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് വരികയും ഭഗവാൻ മോക്ഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അജാമിളൻ്റെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഇങ്ങനെ എത്ര പാപിയായിരുന്നോട്ടെ, ആ ഭക്തിയുടെ ഭാവം ഏതുമായിരുന്നോട്ടെ, അല്ലയോ ഭക്തിദേവി, നിന്നെ കൂടെ കൂട്ടിയവരാണെങ്കിൽ, നിന്നെ ചേർത്ത് പിടിച്ച് സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഈ കലിയുഗത്തിൽ, ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പൂർവ്വ യുഗങ്ങളിൽ നടന്നിരുന്നതാണ്, ഈ 3 യുഗങ്ങൾക്കിടയിൽ നടന്നിരുന്ന കഥകളാണെങ്കിലും ഈ കലിയുഗത്തിൽ ഉറപ്പിച്ചു പറയുകയാണ്. ഇവിടെ ഭക്തദാസനായിട്ടുള്ള ആ ശ്രീ നാരദ മഹർഷി പറയുകയാണ്, നിന്നെ കൂടെ കൂട്ടിയിട്ടുണ്ടോ ഭക്തിദേവി, നിന്നോട് ചേർത്ത് പിടിച്ച് സഞ്ചരിക്കുന്നത് ഏതൊരു മനുഷ്യനായിരുന്നാലും, എത്ര മഹാപാപിയായിരുന്നാലും ഉറപ്പാണ് അവർ ഭഗവാനെ അവിടുത്തെ വൈകുണ്ഠ ലോകത്തിലേക്ക് അവിടുന്ന് എത്തിക്കുക തന്നെ ചെയ്യും. ഇത് തന്നെ നമുക്ക് കാണാം ഹരിനാമ കീർത്തനത്തിലും ഉറപ്പിച്ചു പറയുന്നു ഇതേ കാര്യം. എന്താ? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും. അങ്ങനെ ആരുമായിക്കോട്ടെ, ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കും അരുതാത്തതല്ല. ഹരിനാരായണായ നമ. ഋതുവായ പെണ്ണിനും, അല്ലെ, നമുക്കറിയാം ശരീരത്തിൽ അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു പെണ്ണിനായിരുന്നാലും, ഇരപ്പൻ എന്ന് പറഞ്ഞാൽ ഈ ഭിക്ഷാടകൻ, ഇരന്ന് യാചിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ഭിക്ഷകനായിക്കോട്ടെ, ഭിക്ഷ എടുക്കുന്നവനായിക്കോട്ടെ, ദാഹകനായിക്കോട്ടെ, അതായത് ഈ പിതൃകർമ്മത്തിലിരിക്കുന്നവനായിക്കോട്ടെ, പിന്നെയോ പതിതനായിക്കോട്ടെ, ചണ്ടാളനായിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. അഥവാ ഇനിയും ഈ ചണ്ടാളൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സംസ്കാരം അധികം ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു ധർമ്മ
ബോധമില്ലാത്ത, സംസ്കാരം എന്ന് പറയുന്നതിന് ആ ഒരു ധർമ്മചിന്തയോടുകൂടി വർത്തിക്കുക എന്ന് പറയും. അപ്പോൾ ആ സംസ്കാരമില്ലാത്തവർക്ക്, പിന്നെയോ പിന്നെ പറഞ്ഞു അഗ്നിയജനം ചെയ്ത ഭൂസുരന്, യാഗം ചെയ്ത ബ്രാഹ്മണനായിക്കോട്ടെ, അപ്പോൾ ഇതൊന്നും അതിന് വിഷയമല്ല. ഏത് തരത്തിലുള്ളതായിക്കോട്ടെ. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അശുദ്ധി ബാധിച്ച സമയത്ത് ഭഗവത് നാമം ഉരുവിടാമോ, ഭഗവാനെ സ്മരിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എപ്പോൾ എവിടെ വെച്ചും ആർക്കും ഭഗവാനെ സ്മരിക്കാം, എവിടെ വെച്ചും ഭഗവാന്റെ നാമം ഉരുവിടാമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഉരുവിടുന്നവർക്ക്, ആ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഭഗവാൻ അങ്ങനെയുള്ളവരെ കൊണ്ട് എത്തിക്കുന്നത് ആ വൈകുണ്ഠലോകത്തിൽ തന്നെയാണ്. എപ്പോഴും സദാസമയവും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അത് എത്ര പാപിയായിക്കോട്ടെ, ഭഗവാന്റെ നാമം ഒന്ന് സ്മരിച്ചാൽ, ഒന്ന് ഉരുവിട്ടാൽ, ഭക്തിയോടുകൂടി ഭഗവാനെ ഒന്ന് വിളിച്ചാൽ ഭഗവാൻ കൈപിടിച്ച് കരകയറ്റും. നമുക്ക് ഗജേന്ദ്രമോക്ഷത്തിലും ഇത് തന്നെയാണ് കാണിച്ചു തരുന്നത്. അതുവരെ ഭൗതികമായ തൻ്റെ ശാരീരികമായ ബലമായിക്കോട്ടെ, മറ്റുള്ള ആനകളുടെ തൻ്റെ കൂടെയുള്ള മറ്റാനകളുടെ ബലം, ഇതിലൊക്കെ ഇതൊക്കെയാണ് തൻ്റെ ശക്തി എന്ന് കരുതിയിരുന്ന ഒരു ഗജേന്ദ്രന് അവസാനം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൈപിടിച്ച് കരകയറ്റിയെങ്കിൽ, ഭഗവാൻ മോക്ഷം കൊടുത്തുവെങ്കിൽ, ഭഗവാനെ വിളിക്കുകയേ വേണ്ടൂ. കൃഷ്ണ എന്ന ഒറ്റ വിളിയിൽ പാഞ്ചാലിക്ക് തുണയായി ഓടിയെത്തിയ ഭഗവാൻ, വസ്ത്രരൂപത്തിൽ ഓടിയെത്തിയ ഭഗവാൻ, നമ്മൾ വിളിച്ചാൽ ഏതു രൂപത്തിലും ഭാവത്തിലും, ആ സമയത്ത് നമുക്ക് ഏതൊരു ഭാവത്തിലാണോ ഭഗവാനെ കിട്ടേണ്ടത്, ഭഗവാൻ ആ രൂപത്തിൽ അവിടെ ഓടിയെത്തുക തന്നെ ചെയ്യും. അതിവിടെ ഭക്തദാസനായിട്ടുള്ള, ഹരിദാസനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയാണ് ഇവിടെ ഭക്തി ദേവിക്ക് ഉറപ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ത്വദന്വിതാശ്ച യേ ജീവാ ഭവിഷ്യന്തി കലാവിഹ പാപിനോപി ഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ നിർഭയ എന്നാണ് രണ്ടാമത്തെ പദത്തിൽ ബുക്കിൽ വരുന്നതെങ്കിൽ അവിടെ യാ നീട്ടിയെടുക്കുകയും വേണം, അവിടെ ഒരു വിസർഗവുമുണ്ട്. അതല്ല നിർഭയം എന്നാണെങ്കിൽ അങ്ങനെ. പിന്നെ ആദ്യത്തെ പദത്തിൽ വരുമ്പം ത്വദന്വിതാശ്ച, ത്വദന്വിതാശ്ച, ദായ്ക്ക് ആകാരം കൊടുക്കുക, അന്വിതാശ്ച ആണ്. വേറെ ഒന്നും അതിൽ ബുദ്ധിമുട്ടുള്ളതായിട്ടില്ല, എല്ലാം എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഹരേ കൃഷ്ണ.